ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൊച്ചി സ്വദേശിയായ മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രനാണ് മരണമടഞ്ഞത്. കൊച്ചിയിൽ നിന്ന് ജമ്മു കാശ്മീർ കാണുവാൻ പോയ വിനോദസഞ്ചാരിയായിരുന്നു 65 വയസ്സുള്ള ശ്രീ രാമചന്ദ്രൻ. ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൂടെയുണ്ടായിരുന്ന ടൂറിന് പോയ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കാശ്മീരിലെ പഹൽഗാമിൽ വെച്ചുണ്ടായ ഭീകരാക്രമണത്തിൽ ഇതേവരെ 27ഓളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇസ്രായേലിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു. വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് പട്ടാള വേഷത്തിലെത്തിയ ഭീകരൻ അവരുടെ പേരുകൾ ചോദിച്ച് ഹിന്ദു പേരുള്ളവരെ മാറ്റി നിർത്തിയാണ് വെടിയുതിർത്തത്. മുസ്ലിം പേര് പറഞ്ഞ ഭീകരർക്ക് സംശയം തോന്നിയവരോട് കരാമ ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. കരാമ ചൊല്ലാത്തവരെയും പോയിന്റ് ബ്ലാങ്കിൽ അവർ വെടിവെച്ചു വീഴ്ത്തി. കാശ്മീരിലെ ഭീകരാക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയവർ മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പോൾ സൗദി അറേബ്യ സന്ദർശിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോഡി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. ഭീകരരെ പറഞ്ഞുവിടുന്ന കൊല്ലാനായി ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തിവിടുന്ന പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ സൈന്യത്തിനും അതീവ ജാഗ്രതാ സന്ദേശം നൽകിയിട്ടുണ്ട് അമിത്ഷാ. 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇന്ത്യൻ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനയിൽ അതീവ ജാഗ്രതയിലാണ്.